അനന്തപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ധർമ്മവരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ കിട്ടിയ ഒരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഫുഡിൻ്റെ ട്രക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഇരിപ്പിടത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോയത്. ഒരു ഫാമിലി നടത്തുന്ന ചെറിയൊരു ഫുഡ് കോർട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീയാണ് പാചകമെല്ലാം തന്നെ ചെയ്യുന്നത്. നല്ല തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല വാഹനങ്ങളും ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഐസ് വെക്കുന്ന വണ്ടിയിലേക്കാണ് എൻ്റെ കാഴ്ച പോയത്. എത്ര മനോഹരമായിട്ടാണ് അതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് എന്നെങ്ങനെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തുമാത്രം ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതും ഞാനിങ്ങനെ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. അങ്ങനെ തൊട്ടടുത്തായി നോക്കുമ്പോൾ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ് ബാക്കിലൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അവിടെ ആ കല്ല് കാണുന്നത് ഒരു ക്ഷേത്രമാണ്. അങ്ങോട്ട് വഴിയെ പോകാം എന്നുള്ളൊരു ചിന്തയോട് കൂടി ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ മെയിനായിട്ട് പുലാവ് എന്ന് പറയുന്ന ഒരു വിഭവവും പിന്നീട് ദോശ ഐറ്റംസുമാണ് കാണാൻ സാധിക്കുന്നത്. ദോശയിൽ തന്നെ മുട്ട ദോശ, മസാല ദോശ എന്നിങ്ങനെ 2 തരം ദോശയും നമുക്കിവിടെ കിട്ടും. പിന്നീട് ഇഡ്ഡലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. പൂരി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട് എന്നും പറഞ്ഞ്. അങ്ങനെ നമ്മൾ അനന്തപുർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് വരുമ്പോഴുള്ള ആ റോഡാണ് ഈ കാണുന്നത്. നല്ല വീതിയും വിസ്താരണമുള്ള റോഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കൊച്ചു കടയിലേക്ക് നമ്മുടെ നോട്ടം ചെന്നത്. ഇതും ഒരു ഫാമിലി നടത്തുന്നതാണ്. ചെറിയൊരു ഷീറ്റ് ഇട്ടിട്ടുള്ള ചെറിയൊരു കട. അവിടെ ചായയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. എങ്കിൽ ഞാൻ ഒരു ചായ കുടിക്കാമെന്നുള്ള രീതിയിൽ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴാണ് നമ്മുടെ മുന്നേ കണ്ട ആ ഒരു ഇരിപ്പിടത്തിലേക്ക് വീണ്ടും എൻ്റെ കാഴ്ചകൾ പോകുന്നത്. ഈ ഒരു മരവും ആ ഒരു ഇരിപ്പിടവും എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ തന്നെ ഒരു പ്രത്യേക രീതിയാണ്. അവിടെ ഒരു പഞ്ചാബിൽ നിന്ന് വന്ന 2 ലോറി ഡ്രൈവർമാർ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയും അവരുടെ ആ ഒരു തലപ്പാവിൻ്റെ രീതിയും എന്നെ വല്ലാതെ കണ്ട് കൗതുകപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മൾ അവരെങ്ങനെ നോക്കി കാണുമ്പോൾ അവരുടെ താടിയും മീശയും എല്ലാം തന്നെ ഒരു ഗാംഭീര്യത്തിൻ്റെ ലുക്കാണ് അവർക്കുള്ളത് എന്നുള്ളതും വേറെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ചായ മേടിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ വളരെ നിഷ്കളങ്കമായ രീതിയിലാണ് ഇവർ നമ്മളോട് പെരുമാറുന്നത്. വളരെയധികം ഇഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. 2 ചായ 20 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. ഈ ഒരു ഫ്ലാസ്കിൽ ഇങ്ങനെ ചായ ഉണ്ടാക്കി വെക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ചായ അതിൽ നിന്നും പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ ലൈറ്റ്, മധുരം കുറവ്, സ്ട്രോങ്, പൊടിച്ചായ ഈ വക രീതികളൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നപ്പോഴാണ് ഈ ഒരു പുലാവ് ഇങ്ങനെ പൊതിയുന്നത് കണ്ടത്. ഇവിടുത്തെ പുലാവിന് വേറെ തന്നെ ഒരു രുചികരമായിരുന്നു എന്നുള്ളതാണ്. പുലാവ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ഫുഡാണ് എന്നാണ് ഇവിടെ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന സ്പൈസസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശേഷം വന്ന പലർക്കും തിരക്ക് കാരണം കൊടുക്കുന്നതെല്ലാം തന്നെ ഞാനിങ്ങനെ കണ്ടു നോക്കി നിന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ആ ഒരു ഇരിപ്പിടത്തിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഇനി അവിടെ നിന്നും ഫുഡ് കഴിക്കാം.